ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. നമുക്ക് കഴിഞ്ഞ ദിവസം ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ്റെ സെക്കൻഡ് ട്രെയിലർ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ട്രെയിലറിനെ വെച്ച് നോക്കുമ്പോൾ ഈ ട്രെയിലറിൽ ഇവർ കൂടുതലും ഫോക്കസ് ചെയ്തിട്ടുള്ളത് വൂൾവറിനെയാണ്. ആദ്യത്തെ ട്രെയിലറാണെങ്കിൽ ഡെഡ്പൂളിനെയാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഈ ട്രെയിലറിൽ നമുക്ക് വൂൾവറിൻ്റെ ഒരു കോമിക് ആക്യുറേറ്റ് സ്യൂട്ടിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഈ ഒരു വൂൾവറിൻ നമ്മൾ ഇതുവരായിട്ടും കണ്ടൊരു വൂൾവറിൻ്റെ വേരിയൻ്റ് അല്ലെന്നും ഡിഫറൻ്റ് ആയ ഒരു വൂൾവറിൻ്റെ വേരിയൻ്റ് ആണെന്നെല്ലാം തന്നെ ഈ ട്രെയിലറോടെ വ്യക്തമാകുന്നുണ്ട്. കൂടാതെ ഈ മൂലം മെയിൻ വില്ലനായിട്ട് വരാൻ പോകുന്ന കസാൻഡർ നോവയുടെ റിവ്യൂയിലും പല എക്സ്പാൻഡ് മൂവ്സിലുള്ള പല ക്യാരക്ടേഴ്സിന് റിട്ടേൺ മൂവിയിൽ ഉണ്ടാകുമെന്ന് ട്രെയിലറോടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. കൂടാതെ തന്നെ എംസിയുവിൻ്റെ പല ടീസും നമുക്ക് ഈ ട്രെയിലറോടെ ലഭിക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് ഈ വീഡിയോയുടെ നോക്കാൻ പോകുന്നത് ട്രെയിലറിൻ്റെ ചെറിയ രീതിയിലുള്ളൊരു ബ്രേക്ക് ഡൗൺ ആണ്. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ട്രെയിലറിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ബാറിൽ ഇരിക്കുന്ന വൂൾവറിനെയാണ്. ഒരു വൂൾവറിൻ്റെ ബാക്ക് ഷോട്ടാണ് നമ്മൾ കാണിക്കുന്നത്. ഇതേ സെയിം ഷോട്ട് നമുക്ക് PS5 റിലീസാകാൻ പോകുന്ന വൂൾവറിൻ്റെ ഗെയിമിലും ഇതേ ബാക്ക് ഷോട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഏകദേശം അതേപോലെ തന്നെയാണ് നമുക്ക് തോന്നുന്നത്. ഈ ഒരു ബാറിലിരിക്കുന്ന വൂൾവറിൻ്റെ അടുത്തേക്ക് ഡെഡ്പൂൾ വരുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ ഡെഡ്പൂളിനെ TVയാണ് ഈ വൂൾവറിനെ കൊണ്ടുവരാനായിട്ട് അയച്ചിട്ടുണ്ടാവുക. ഈ ഒരു ബാറിൽ വെച്ച് ഡെഡ്പൂളും വൂൾവറിനും ഒരു ഫൈറ്റ് എന്ന സ്ഥിതി ആവുമ്പോൾ വൂൾവറിൻ തന്നെ ക്ലോസ് പുറത്തേക്ക് എടുക്കുന്നുണ്ട്. ബട്ട് അത് പതിയെയാണ് പുറത്തോട്ട് വരുന്നത്. ഇതിനെ ഒരു ഡെഡ്പൂൾ തന്നെ പറയുന്നുണ്ട് പ്രായമായി വരുന്നത് കൊണ്ടാണെന്ന്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത് പ്രായമായ ഒരു വൂൾവറിൻ്റെ വേരിയൻ്റ് ആണെന്ന്. ഇതുപോലത്തെ തന്നെ ഒരു സീന് നമുക്ക് ലോഗണിലും കാണാൻ സാധിക്കും. ലോഗണിൽ ആദ്യത്തെ ഫൈറ്റ് സീക്വൻസിൽ വൂൾവറിൻ ക്ലോസ് പുറത്തോട്ട് എടുക്കുമ്പോൾ അത് മുഴുവനായിട്ട് വരുന്നുണ്ടായിരുന്നില്ല. ലോഗണിൽ നമ്മൾ കണ്ട വൂൾവറിന് നല്ലതായിട്ട് പ്രായമായി ആകെ തകർന്ന് പ്രിയപ്പെട്ട എല്ലാവരും നഷ്ടപ്പെട്ടൊരവസ്ഥയിലുള്ള ഒരു വൂൾവറിൻ വേരിയൻ്റാണ് നമ്മൾ ലോഗണിൽ കണ്ടത്. ഏകദേശം അതിനോട് സാമ്യതയുള്ള ഒരു വൂൾവറിൻ വേരിയൻ്റ് തന്നെയായിരിക്കും നമ്മൾ ഈ ഒരു മൂവിലും കാണാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ലോഗണിൽ കണ്ട അതേ വേരിയൻ്റ് ആയിരിക്കില്ല, ഡിഫറൻസ് ഉണ്ട്. ഈ ഒരു വേരിയൻറ്റ് തൻ്റെ പ്രിയപ്പെട്ട എല്ലാവരും ഡെഡായിട്ടുണ്ടാവും ഈ ഒരു വൂൾവറിൻ്റെ. കൂടാതെ അതുമൂലം തന്നെ ആകെ തകർന്ന് ഒരു ഫുൾ ഡിപ്രസ്ഡ് ഒരു തകർന്ന ഒരു അവസ്ഥയിലുള്ള ഒരു വൂൾവറിൻ വേരിയൻറ്റിനെയായിരിക്കും നമ്മൾ ഈ മൂവിൽ കാണാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കും ആ ലോഗണിൽ നമ്മൾ കണ്ട അതേ പോലത്തെ ഒരു സീൻ ഈ ഒരു ട്രെയിലറിലും ഉൾപ്പെടുത്തി ആ ഒരു കണക്ഷൻ നമ്മളെ കാണിച്ചാൽ ഈ ട്രെയിലറിലൂടെ ഇവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പിന്നീട് ഡെഡ്പൂൾ തൻ്റെ തോക്ക് വൂൾവറിൻ്റെ നേരെ നീട്ടുമ്പോൾ അത് നെറ്റിലേക്ക് അടുപ്പിച്ച് ചിരിച്ചുകൊണ്ട് നേടുന്ന ഒരു വൂൾവറിനെയാണ് നമ്മൾ കാണുന്നത്. പിന്നെ നമ്മൾ മാർവൽ സ്റ്റുഡിയോസിൻ്റെ ലോഗോ കാണുന്നു. ഈ ലോഗോയിലേക്ക് നമ്മൾ നോക്കിയാൽ ഈ ലോഗോയുടെ കളർ പാറ്റേൺ കൊടുത്തിട്ടുള്ളത് വൂൾവറിൻ്റെയും ഡെഡ്പൂളിൻ്റെയും ആ ഒരു സ്യൂട്ടിൻ്റെ അതേ കളറാണ്. പിന്നീട് നമുക്ക് വോയിഡിൻ്റെ ഒരു ലോങ് ഷോട്ടാണ് ലഭിക്കുന്നത്. ഈ ലോങ് ഷോട്ടിൽ വോയിഡിൽ നമുക്ക് 20th Century Foxൻ്റെ ഒരു തകർന്ന ലോഗോയെ കാണാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ തന്നെ കഴിഞ്ഞ ട്രെയിലറിൽ നമുക്ക് മുഴുവനായിട്ട് കാണാൻ സാധിക്കാത്ത വൂൾവറിൻ്റെ ആ ഒരു സ്യൂട്ടിലുള്ള ലുക്കും നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ ഒരു സീരിയൽ തന്നെ ഡെഡ്പൂൾ ഒരു കാര്യം പറയുന്നുണ്ട്, തൻ്റെ ലോകവും നശിക്കാൻ പോവുകയാണെന്ന്. ഇതേപോലെ തന്നെ ലോകം നശിച്ച ഒരു വ്യക്തിയാണ് ഈ ഒരു വൂൾവറിൻ്റെ വേരിയൻറ്റ്. നമ്മൾ അടുത്ത സീനിൽ തന്നെ വൂൾവറിൻ ഒരു ഗ്രേവിയാർഡ് പോലത്തുള്ള സ്ഥലത്തോടെ നടക്കുന്നതാണ് കാണുന്നത്. മേ ബി ഇത് ഈ വൂൾവറിൻ്റെ യൂണിവേഴ്സിലെ എക്സ്മാൻ്റെ ഗ്രേവിയാർഡ് ആവാം. നമ്മൾ ഇതേ രീതിയിലുള്ളൊരു ഗ്രേവിയാർഡ്സ് നമുക്ക് കോമിക്സിലും എക്സ്മാൻസിൻ്റെ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. മേ ബി ഈ ആ ഒരു യൂണിവേഴ്സിൽ ഇപ്പോൾ ആകെ മ്യൂട്ടൻ്റ് ആയിട്ട് ഈ ഒരു വൂൾവറിൻ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. മേ ബി ഈ ഒരു വൂൾവറിൻ കാരണമായിരിക്കും ഈ ഒരു യൂണിവേഴ്സിലുള്ള മുഴുവൻ എക്സ്മാൻസും ഡെത്തായിട്ടുണ്ടാവുക. കാരണം ഒരു തിയറി ഉള്ളത് ഓരോ യൂണിവേഴ്സിലും ഓരോ ആ ഒരു വേൾഡിനെ രക്ഷിക്കാൻ ഓരോ ഹീറോസ് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. നമ്മൾ മെയിൻ എർത്തായ എംസിൻ്റെ മെയിൻ എർത്തിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ടോണി സ്റ്റാർക്ക് ആ ഒരു എൻഡ് ഗെയിമിൽ സാക്രിഫൈസ് ചെയ്ത് ആ യൂണിവേഴ്സിനെ മൊത്തം രക്ഷിച്ചു. അതുപോലെ തന്നെ ഓരോ യൂണിവേഴ്സിലും ആ ഒരു വേൾഡിനെ രക്ഷിക്കാൻ ഓരോ ഹീറോസ് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അങ്ങനെ സാക്രിഫൈസ് ചെയ്യേണ്ട അവസരത്തിൽ വൂൾവറിൻ മാറി നിന്നിട്ടുണ്ടാവും. അതുമൂലം ആ യൂണിവേഴ്സിലെ എക്സ്മാൻ മൊത്തം ഡെഡായിട്ടുണ്ടാവും. അതിൻ്റെ ഒരു ഗിൽറ്റും കുറ്റബോധം എല്ലാം തന്നെ ആ ഒരു വൂൾവറിൻ്റെ ഉള്ളിലുണ്ടാവും. ഈ ഒരു തിയറിയോട് ഒരു ഇത് കൊടുക്കുന്ന രീതിയിലുള്ളൊരു കാര്യം തന്നെ അടുത്ത സീനിൽ പാരഡോക്സ് പറയുന്നുണ്ട്. ഈ ലെറ്റ് ഡൗൺ ഈസ് എൻറ്റയർ വേൾഡ്. ഈ ഒരു വൂൾവറിൻ കാരണമാണ് ആ ഒരു വേൾഡ് മൊത്തം നശിച്ചെന്ന രീതിയിലാണ് ഈ പാരഡോക്സ് പറയുന്നത്. മേ ബി തിയറി ഈ ഒരു മൂവിയിലൂടെ ശരിവെക്കാനായിരിക്കും ചാൻസ്. പിന്നീട് നമ്മൾ കാണുന്നത് വൂൾവറിനും ഡെഡ്പൂളും തമ്മിലുള്ള ഗംഭീരമായ കുറേ ഫൈറ്റ് സീക്വൻസ് ആണ്. ഈ ഫൈറ്റ് സീക്വൻസ് ഒക്കെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നത് വളരെ ബ്രൂട്ടലായ കുറേ ഫൈറ്റ് സീക്വൻസ് തന്നെ നമുക്ക് ഈ മൂവിയിലും കാണാൻ സാധിക്കുന്നതാണ്. കൂടുതലും വോയിഡിലായിട്ടാണ് ഈ ഫൈറ്റൊക്കെ നടക്കുന്നതാണ് ട്രെയിലർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് ഡെഡ്പൂളും വൂൾവറിൻ്റെ ഒരു ടീം അപ്പ് സീനാണ്. ഈ ടീം അപ്പ് സീനിൽ നമുക്ക് വൂൾവറിൻ്റെ കോമിക് ആക്യുറേറ്റ് ആയ സ്ലീവ്ലെസ് ആയ ആ ഒരു സ്യൂട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് വേറെ സ്യൂട്ടല്ല, ആദ്യത്തെ ആ സ്യൂട്ടിൻ്റെ തന്നെ കൈ കീറി കളഞ്ഞ പോലെയാണ് ഇരിക്കുന്നത്. ബട്ട് നമുക്ക് കോമിക് ആക്യുറേറ്റ് ആയ ആ ഒരു സ്ലീവ്ലെസ് ആയ ആ ഒരു സ്യൂട്ട് തന്നെ ഈ സീനിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സീനിൽ തന്നെ വൂൾവറിനോട് ഡെഡ്പൂൾ ഒരു മോട്ടിവേഷൻ കൊടുക്കുന്ന പോലത്തെ ഒരു ഡയലോഗ്സും ഈ സീനിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്.
ഇനി നമ്മൾ അടുത്ത സീനായിട്ട് കാണുന്നത് നമ്മൾ ഫസ്റ്റ് ട്രെയിലറിൽ കണ്ട ഒരു സ്നോ ഫോറസ്റ്റുള്ള ഫൈറ്റ് സീക്വൻസിൻ്റെ ടിവിയുമായിട്ടുള്ള ഫൈറ്റ് സീക്വൻസ് ഡെഡ്പൂൾ നടത്തുന്ന ഫൈറ്റാണ് കാണുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് ഈ ഒരു മൂവിയുടെ മെയിൻ വില്ലനായിട്ട് വരാൻ പോകുന്ന കസാൻഡ്ര നോവയുടെ എൻട്രിയാണ്. കസാൻഡ്ര നോവ എന്ന് പറയുന്നത് പ്രൊഫസർ എക്സിൻ്റെ ഈവൽ ട്വിൻ സിസ്റ്ററാണ് ഇത് കസാൻഡ്ര നോവ. പ്രൊഫസർ എക്സിനെ പോലെ തന്നെ ഹൈ ലെവലായിട്ടുള്ള ഒരു ടെലപ്പതി പവർ എല്ലാം തന്നെയുള്ള ഒരു ക്യാരക്ടറാണ് കസാൻഡ്ര നോവ. ഒരു പക്ഷേ നമുക്ക് ഒരു ഫീമെയിൽ വേർഷൻ ഓഫ് പ്രൊഫസർ എക്സ് എന്ന് പറയാം. പിന്നെ ഈ ട്രെയിലർ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യമായിരുന്നു ഇത് കസാൻഡ്ര നോവ ഈ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ജയന്റ് ആൻഡ്മാൻ്റെ സ്കള്ളാണെന്നുള്ളൊരു കാര്യം. അത് ഒരേ സമയം തന്നെ വളരെ ക്രീപ്പിയും വളരെ ഫണ്ണി ആയിട്ടൊരു കാര്യം തന്നെയാണ്. കൂടാതെ ഈ ഒരു കസാൻഡ്രയുടെ ഇൻട്രൊഡക്ഷൻ കാണിക്കുന്നത് ഈ ജയന്റ് ആൻഡ്മാൻ്റെ ഹെൽമെറ്റ് ഓപ്പൺ ആയിട്ട് അവിടുന്ന് വീൽ ചെയറിൽ എണീറ്റ് വരുന്ന ഒരു കസാൻഡ്രവിനെയാണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ കോമിക്സിലേക്ക് നോക്കിയാൽ ഓൾഡ് മാൻ ലോഗൻ എന്ന കോമിക്കിലാണ് ഈ ജയൻ്റ് ആയിട്ടുള്ള ആൻഡ്മാൻ്റെ സ്കള്ള് എന്നൊരു ഫാക്ടർ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മേ ബി ആ ഒരു കോമിക്സ് എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഈ മൂവിയിൽ വന്നേക്കാം. അതുമാത്രമല്ല ആ കോമിക്സിലേക്ക് നോക്കിയാൽ അത് ഹാങ് പിങ്വിൻ്റെ സ്കള്ളാണ്. ഇനിയിപ്പോൾ മൂവിയിലേക്ക് വരുമ്പോൾ അത് സ്കോൾലാങ് ആണോ ഹാങ് പിങ് ആണോ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അത് മൂവി വരുമ്പോൾ നമുക്ക് കണ്ടറിയാം. മേ ബി ഈ ആൻഡ്മാൻ്റെ തന്നെ ബ്രെയിൻ ആയിരിക്കും സെറിബ്രോ ആയിട്ട് ഈ കസാൻഡ്ര നോവ യൂസ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് കസാൻഡ്ര നോവ ആൻഡ്മാൻ്റെ ബ്രെയിൻസ് സെറിബ്രോ ആയിട്ട് യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുക മേ ബി കാരണം എന്ന് പറയുന്നത് ഈ ഒരു ആൻഡ്മാൻ ആൻഡ് വാസ് കോണ്ടമാനി നമ്മൾ കണ്ടതാണ് സ്കോട്ട്ലാങ് ആ ഒരു പ്രോബബിലിറ്റി സ്റ്റോമിൽ ആകപ്പെട്ടു പോകുന്നത്. അപ്പോൾ മുതൽ മേ ബി ഒരു സ്കോട്ട്ലാങ്ങിൻ്റെ ബ്രെയിൻ മൾട്ടിവേഴ്സിൽ കണക്റ്റ് ആവുന്നുണ്ടാവും. അതുമൂലം ഈ ഒരു മൾട്ടിവേഴ്സ് തലപ്പതിക്ക് വേണ്ടിയായിരിക്കും ഈ ഒരു ആൻഡ്മാൻ്റെ ഈ ജയൻ്റ് ആൻഡ്മാൻ്റെ ഒരു ബ്രെയിന് കസാൻഡ്ര നോവ ഒരു സെറിബ്രോ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ നമ്മൾ കസാൻഡ്ര ഈ വൂൾവറിനെ ടെലിപാത്തിൽ കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. കൂടാതെ തന്നെ കഴിഞ്ഞ എക്സ്പാൻ മൂവീസിലുള്ള പല ക്യാരക്ടേഴ്സും ഈ ഒരു മൂവിയിൽ റിട്ടേൺ ആവുന്നുണ്ടെന്ന് ഈ ഒരു ഷോട്ടിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. മെയിനായിട്ട് നമുക്ക് ഈ ഒറ്റ ഷോട്ടിലൂടെ കാണാൻ സാധിക്കുന്നത് നമ്മൾ എക്സ്പാൻ ഫസ്റ്റ് ക്ലാസ്സിൽ കണ്ട ഏസല്, പിന്നെ നമ്മൾ X2 കണ്ട ലേഡി ഡെസ്ട്രൈക്ക്, പിന്നെ ടോഡ്, പിന്നെ നമ്മൾ എക്സ്പാൻ ലാസ്റ്റ് സ്റ്റാൻഡിൽ കണ്ട കാലിസ്റ്റോ, പിന്നെ എക്സ്മാൻ 2000 എക്സ്മാൻ മൂവിയിൽ കണ്ട സൈബർ ടൂത്ത്, പല ക്യാരക്ടേഴ്സും ഈ ഒരു മൂവിയിൽ റിട്ടേൺ ആവുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ തന്നെ കഴിഞ്ഞ ട്രെയിലറിൽ നമ്മൾ കണ്ട പൈറോയും ഈ സീനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്രയും ക്യാരക്ടേഴ്സ് മാത്രമായിരിക്കില്ല ഈ ഒരു മൂവിയിൽ ക്യാമിയോ ആയിട്ട് വരാൻ പോകുന്നത്. ഇനി കഴിഞ്ഞ എക്സ്പാൻ മൂവീസിലെ പല ക്യാരക്ടേഴ്സും ഈ ഒരു മൂവിയിൽ റിട്ടേൺ ആകാനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ്. പിന്നെ ഒരു എക്സ്പാൻ ക്യാരക്ടേഴ്സ് മാത്രമല്ല മേ ബി ഈ ഒരു ഫോക്സിൻ്റെ അണ്ടറിലുള്ള മാർവൽ മൂവീസിലുള്ള പല ക്യാരക്ടേഴ്സും ഈ ഒരു മൂവിയിൽ റിട്ടേൺ ആവാനുള്ള ചാൻസുകളുണ്ട്. അതിനുള്ള റൂമേഴ്സും നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ ലോക്കി സീരീസിൽ കണ്ട ആ ഒരു സ്മോക്ക് ക്രീച്ചറായ അലായത്തിനെ നമുക്ക് ട്രെയിലറിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ട്രെയിലറിലും നമുക്ക് അലായത്തിൻ്റെ പല റെഫറൻസ് കുറച്ച് ക്ലിംസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം അലായത്തിന് ഈ ഒരു മൂവിയിൽ വലിയൊരു റോള് തന്നെ ഉണ്ടായിരിക്കുമെന്ന്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ഡോഗ് പോളിനെയാണ്. ഡോഗ് പോൾ ഡെഡ്പൂളിൻ്റെ ഒരു വേരിയൻ്റ് ആണ്. ഇത് ഒറ്റ വേരിയൻറ്റ് മാത്രമല്ല, ഡെഡ്പൂളിൻ്റെ തന്നെ പലതരത്തിലുള്ള പല വേരിയൻസിനെ നമുക്ക് ഈ മൂവിലൂടെ കാണാൻ സാധിക്കും. എസ്പെഷ്യലി നമുക്ക് ഹെഡ് പൂളിന് വരെ ഈ മൂവിലൂടെ കിട്ടുന്നുണ്ട്. ഇത് ഡെഡ്പൂളിൻ്റെ വേരിയൻസ് മാത്രമല്ല, വൂൾവറിൻ്റെയും പല വേരിയൻസും ഈ മൂവിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീട് നമ്മൾ കാണുന്ന ഒരു മാഡ് മാക്സ് വൈബ് നൽകുന്ന ഒരു കുറേ സീനുകളാണ്. അതിനുശേഷം ട്രെയിലറിൻ്റെ ലാസ്റ്റ് എല്ലാവരെയും വളരെയധികം ത്രില്ലടിപ്പിച്ച ഒരു സീനാണ് ഈ ഒരു ഡെഡ്പൂളും വൂൾവറിനും ആ ഒരു പോർട്ടലിലേക്ക് ചാടുന്ന സീൻ. പിന്നെ ഇത് എങ്ങോട്ടാണ് ചാടുന്നത്, ഈ പോർട്ടലിലൂടെ എങ്ങോട്ടാണ് ചാടുന്നത് എന്നുള്ളത് ട്രെയിലർ കാണിച്ചിട്ട് ആ പാർട്ട് വൈറ്റായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അത് ഉറപ്പായിട്ടും അത് CGI വെച്ച് ആക്കിയിട്ടുള്ളതായും. എങ്ങോട്ടാണ് ചാടുന്നത് എന്തായാലും നമ്മളെ കാണിച്ചിട്ടില്ല. എങ്ങോട്ടാണ് അതിനെപ്പറ്റി പല ഫാൻ തിയറികൾ ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട്. ചിലർ പറയുന്നത് എൻഡ് ഗെയിമിൻ്റെ ആ ഒരു ഇവൻറ്റിലേക്കാണ് അവർ ചാടിപ്പോവുക ആ ചാടുന്നതെന്നും, ചിലർ പറയുന്നത് കഴിഞ്ഞ എക്സ്പാൻ മൂവീസിൻ്റെ ചില ഇവൻറ്റ്സിലേക്കുള്ള ആ ഒരു പോർട്ടലാണെന്നും ചിലർ പറയുന്നു. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് വെച്ചാൽ കമൻറ്റ് ചെയ്യൂ. കൂടാതെ ഇവർ ചാടുന്ന സമയത്ത് തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കസാൻഡ്ര നോവനെ കാണാൻ സാധിക്കുന്നുണ്ട്. കസാൻഡ്ര നോവ ചിരിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലാണ് നാം കാണുന്നത്. മേ ബി കസാൻഡ്ര നോവ തന്നെയായിരിക്കും ഈ ഒരു പോർട്ടൽ ഓപ്പൺ ആക്കിയിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ ക്യാമിയൊക്കെ ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പില്ല. എന്തായാലും നമുക്ക് മൂവി വരുമ്പോൾ കണ്ടറിയാം. പിന്നെ ട്രെയിലറിൻ്റെ എൻഡിങ് നമ്മൾ കാണുന്നത് കെവിൻ ഫെഗിനെയും ഡിസ്നിയുടെ ആ ഒരു പോലീസിനെയൊക്കെ കളിയാക്കുന്ന രീതിയിലുള്ള ഊക്കുന്ന രീതിയിലുള്ള ഒരു ഇതാണ്. കൊക്കൈൻ്റെ ഇതും പറഞ്ഞ് അതൊരു ജോക്കായിട്ട് കാണിച്ചിട്ടുള്ള ഒരു എൻഡിങ്ങുമാണ് ട്രെയിലറിന് കൊടുത്തിട്ടുള്ളത്. എന്തായാലും ഈ വർഷം എല്ലാവരും വളരെ ഹൈപ്പോടെ തന്നെ കാത്തിരിക്കുന്ന ഒരു MC മൂവി തന്നെയാണ് ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ.
ആ ഒരു ഹൈപ്പിനോട് നീതി പുലർത്തുന്ന രീതിയിലുള്ള ട്രെയിലർ തന്നെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്താണ് നിങ്ങൾക്ക് ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയത്? നിങ്ങൾ മൂവിക്ക് വേണ്ടി എക്സൈറ്റഡ് ആണോ എന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യൂ. പിന്നെ ഈ മൂവി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ബാക്കി അപ്ഡേറ്റ്സും റൂമേഴ്സും എല്ലാം തന്നെ നമ്മൾ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ മൂവി റിവ്യൂസ് എല്ലാം തന്നെ നമ്മൾ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യും, ഷോർട്സും വീഡിയോ ഒക്കെ ആയിട്ട്. കൂടാതെ നമ്മുടെ ഇൻസ്റ്റ ഫോളോ ചെയ്യുക. ഇൻസ്റ്റയിലായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ വേഗം അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റ ഫോളോ ചെയ്താൽ ഇൻസ്റ്റ ഫോളോ ചെയ്യുക. ഇൻസ്റ്റയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. അപ്പോൾ വീഡിയോ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറന്നു പോകണ്ട. അപ്പോൾ പിന്നെ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഓക്കെ ഗൈസ്, ബൈ.